അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഏറെ ദയനീയമായ വാർത്തയാണ് ഇന്ന് കാലത്ത് നമുക്കൊക്കെ കേൾക്കാൻ കഴിഞ്ഞത്. ഒരു കുടുംബത്തിലെ 4 പേരുടെ കൂട്ട മരണം. ആ ഒരു വാർത്ത കേട്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഉണർന്നത്. മക്കളെ അമ്മയിൽ നിന്നും രക്ഷിക്കാനായി സ്വന്തം മക്കളെ അച്ഛൻ കൊലപ്പെടുത്തുകയാണ്. എന്തൊരു വാർത്തയാണോ ഇതൊക്കെ? ഇങ്ങനെയാണോ ഒരു മക്കളെ രക്ഷപ്പെടുത്തുക? മക്കളെ കൊലപ്പെടുത്തിയിട്ടാണോ മക്കളെ രക്ഷപ്പെടുത്തുക? എന്തൊരു അച്ഛനാണിത്? എന്തൊരു കുടുംബമാണിത്? ഇതുപോലെ മിക്ക കുടുംബ പ്രശ്നങ്ങളിലും ബലിയാടാകുന്നത് പാവം ഒന്നും അറിയാത്ത ചെറിയ മക്കളാണ്. ഈ മക്കളുടെ മുഖം നിങ്ങളൊന്ന് നോക്കിയേ. ഇത് വേറൊന്നല്ല, വാശി തീർക്കുക. ചില മാതാപിതാക്കൾ എന്തിനും ഏതിനും അവരവരുടെ വാശി തീർക്കുന്നത് പാവം ഒന്നും അറിയാത്ത മക്കളുടെ മേലാണ്. അവരെന്ത് പിഴച്ചു? എടോ, അവര് നിങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടുപോയതാണ്. പാവം ഒന്നും അറിയാതെ നിങ്ങളുടെ എല്ലാ കലഹങ്ങൾക്കും അവർ സാക്ഷിയാവുകയാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മക്കളുടെ മേൽ കുതിര കയറുക. അങ്ങനെ ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കണ്ണൂർ രാമന്തള്ളിയിലാണ്. ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കുടുംബമായിരുന്നു. എന്നും ബഹളവും വഴക്കുമായിരുന്നു ആ കുടുംബത്തിൽ. എന്നും പ്രശ്നങ്ങളായിരുന്നു ആ ഒരു കുടുംബത്തിൽ. കലാധരൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് 2 മക്കളാണ്. 5 വയസ്സുകാരി ഹിമയും 2 വയസ്സുകാരനായ കണ്ണനും. ഇവരുടെ വിവാഹ ജീവിതത്തിൽ ഇവർക്ക് 2 മക്കളായിരുന്നു. ഈ മക്കൾക്ക് നല്ലൊരു മുത്തച്ഛനും മുത്തശ്ശിയുമുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇത്രകാലം ജീവിച്ചു പോയത്. ആ കുടുംബത്തിലെന്നും കലഹമായിരുന്നു. ഈ പാവം മക്കൾ അതിന് സാക്ഷിയുമായിരുന്നു. ഈ ദമ്പതികൾ എന്നും വീട്ടിൽ കലഹവും ബഹളവുമായിരുന്നു. ഇവരുടെ കുടുംബത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പ്രശ്നമാണത്രേ. അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. ഈ പ്രശ്നം രൂക്ഷമായപ്പോഴാണ് ഈ കുട്ടികളുടെ അമ്മ വീട് വിട്ടിറങ്ങി അകന്ന് കഴിയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാതെ കഴിയുകയായിരുന്നു. അങ്ങനെ ഇവർ വേർപിരിഞ്ഞാണ് ഇത്ര കാലം കഴിഞ്ഞിരുന്നത്. മക്കള് അച്ഛൻ്റെ കൂടെയാണ് താമസം. ഇത് അമ്മക്ക് തീരെ സഹിച്ചില്ല. മക്കളെ തൻ്റെ കൂടെ വിടണമെന്ന് ഒരുപാട് വാശി പിടിക്കുകയും പ്രശ്നമാക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇവർ അകന്നു കഴിയുകയാണെങ്കിലും മക്കൾക്ക് വേണ്ടി ആ അമ്മ എന്നും പ്രശ്നമുണ്ടാക്കുമായിരുന്നു. അങ്ങനെ കുട്ടികളുടെ അമ്മ കേസ് കൊടുക്കുകയും കോടതിയുമായി ബന്ധപ്പെട്ടപ്പോൾ കോടതിയിൽ നിന്നും വിധി വന്നു മക്കളെ അമ്മയുടെ കൂടെ വിടണമെന്ന്. അതാണ് ഇവിടെ ഇപ്പോൾ പ്രശ്നമായത്. മക്കളാണെങ്കിൽ ഒരുപാട് കാലമായി അച്ഛൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസം അമ്മയുടെ കൂടെ നിന്നതാണ്. പക്ഷേ മക്കൾക്ക് അവിടെ സുഖമില്ല. അമ്മയുടെ വീട്ടിൽ മക്കൾ അനുഭവിച്ചത് മുഴുവനും ബുദ്ധിമുട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യവുമില്ല. അങ്ങനെ വീണ്ടും അച്ഛൻ്റെ കൂടെ തന്നെ താമസിക്കുകയാണ്. അങ്ങനെ വീണ്ടും കോടതിയിൽ നിന്നും വിധി വന്നു എത്രയും പെട്ടെന്ന് മക്കളെ അമ്മയുടെ കൂടെ വിടണമെന്ന്. ആകെ പ്രശ്നമായി. മക്കൾക്കാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോകാൻ തീരെ ഇഷ്ടവുമല്ല. മക്കള് പറയുന്നത് അവിടെ ബുദ്ധിമുട്ടാണ്, അമ്മ പ്രശ്നക്കാരിയാണെന്ന്. അച്ഛനോട് മക്കള് പറയാണ് എനിക്ക് പോവണ്ട അച്ഛാ, പോയാൽ അവര് ഉപദ്രവിക്കുമെന്ന്. ഇത് പറഞ്ഞിരിക്കുന്നത് മകൾ ഹിമയാണ്. അങ്ങനെ കലാധരനും കലാധരന്റെ അമ്മയും ആകെ ഒരു ധർമ്മസങ്കടത്തിലായി. ഇവരുടെ പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ കണ്ടു നിൽക്കുന്നത് അവിടുത്തെ നാട്ടുകാർ തന്നെ. നാട്ടുകാരൊന്നും നല്ല അഭിപ്രായമൊന്നുമില്ല. ആ കുടുംബത്തിലെന്നും പ്രശ്നം തന്നെയാണെന്നാണ് നാട്ടുകാരും പറയുന്നത്. അങ്ങനെ കോടതിയിൽ നിന്നും കർശനമായ വിളി വന്നതോടുകൂടി ഇവരാകെ തകർന്നു പോവുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ. ഒരു കുടുംബത്തിലെ മനസമാധാനം നഷ്ടപ്പെട്ടിട്ട് 1 വർഷമായിരിക്കുന്നു. 1 വർഷത്തോളമായി ഈ കുട്ടികളുടെ അമ്മ ഇവരെയും വിട്ടിട്ട് പോയിട്ട്. മക്കളെ തിരികെ നൽകാനാണ് ഇവർ വാശി പിടിക്കുന്നത്. മക്കൾക്കാണെങ്കിൽ അവിടെ പോകാൻ തീരെ താല്പര്യവുമില്ല. മക്കൾക്കാണെങ്കിൽ നല്ല ഭക്ഷണമോ നല്ല വസ്ത്രമോ ആ അമ്മയായ സ്ത്രീക്ക് നൽകാനും സാധിക്കുന്നില്ല. ഇവർ 2 പേരുടെ ഇടയിലും ഒന്നും അറിയാത്ത പാവം മക്കളാണ് ഉരുകി കഴിയുന്നത്. ആ ഒരു അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ മക്കളുടെ മുഖം നിങ്ങളൊന്ന് നോക്കിയേ. കോടതിയുടെ ഈ ഒരു കർശനമായ വിധി വന്നതോടെയാണ് ഇവർ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയതെന്ന് പോലീസിന്റെ നിഗമനത്തിൽ പറയുന്നു. ഈ കുട്ടികളുടെ മുത്തച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. സംഭവം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ജോലിയിലായിരുന്നു, ജോലിക്ക് പോയതായിരുന്നു. കാലത്തെ അവർ പോയതായിരുന്നു. ആ സമയത്തായിരുന്നു ഇവരുടെ എല്ലാ ഗൂഢാലോചനയും നടന്നത്. ഇന്നലെ രാത്രി 8 മണിക്കാണ് ആ പാവം കുട്ടികൾക്ക് വിഷം കൊടുക്കുന്നത്. അച്ഛൻ സ്നേഹത്തോടെ നൽകിയ ആ ഒരു ഭക്ഷണം സന്തോഷത്തോടെ അവർ കഴിച്ചു. അതവരെ കൊല്ലാനുള്ള വിഷമാണെന്ന് അവർ കരുതിയോ? ആ 2 മക്കളെയും തീർത്തതിന് ശേഷം മുത്തശ്ശിയും ഈ അച്ഛനും ജീവനൊടുക്കുകയാണ്. ഇതാണ് സ്വന്തം അമ്മയിൽ നിന്നും മക്കളെ രക്ഷിക്കാൻ വേണ്ടി
ഈ അച്ഛൻ എന്ന് പറയുന്ന ഇയാള് കണ്ടുപിടിച്ചത്. എന്തോ ഒരു കണ്ടുപിടുത്തമാണോ ഇത്? ഇങ്ങനെയാണോ മക്കളെ രക്ഷപ്പെടുത്തുക? ആ പാവം മക്കൾ എന്ത് വിളിച്ചു? എത്ര സ്നേഹത്തോടെ അവർ വന്ന് കഴിച്ചതായിരിക്കും ആ ഭക്ഷണം. വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയായിരുന്നു പ്രിയപ്പെട്ടവരെ ഇത്. ഇയാൾ എന്തെന്ന് ന്യായം പറഞ്ഞാലും ആ മക്കളെ ഇല്ലാതാക്കിയതോടുകൂടി ഇയാൾക്കൊരു ന്യായീകരണവും അവിടെ ഇല്ലാതായി. ഇങ്ങനെയായിരുന്നു നമുക്ക് വാർത്തയിൽ അറിയാൻ കഴിഞ്ഞത്. ഒരച്ഛൻ മക്കൾക്ക് സംരക്ഷണം കൊടുത്തതാ ആ മക്കളെ കൊലപ്പെടുത്തിക്കൊണ്ട്. ഇതൊരു വല്ലാത്തൊരു സംരക്ഷണമായി പോയി എൻ്റെ അച്ഛ. ഇത് ഞാൻ പറഞ്ഞതുപോലെ വാശി തന്നെ, കുടുംബ പ്രശ്നത്തിലുണ്ടാകുന്ന വാശി. എല്ലാ വാശികൾക്കും ബലിയാടാകുന്നത് പാവം ഒന്നും അറിയാത്ത മക്കളാണ്. ഇന്ന് എല്ലാ കുടുംബ കലഹങ്ങളുടെയും ബലിയാടാകുന്നത് പാവം ഒന്നും അറിയാത്ത മക്കളാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വാശി തീർക്കുന്നത് സ്വന്തം മക്കളിൽ മേൽ. അങ്ങനെ ഒരുപാട് മാതാപിതാക്കളുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ പാവം മക്കൾ നിങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടുപോയതല്ലേ? നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സാക്ഷിയായവരല്ലേ അവർ? പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.